ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. നികുഞ്ചം. 2. താഴെ പറയുന്ന തെറ്റല്ലാത്ത വാക്യം ഏത്? ഓപ്ഷൻ ബി. ഓരോ വ്യക്തിയും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 3. കാട്ടുമനുഷ്യൻ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ? ഓപ്ഷൻ ഡി. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത്? ഓപ്ഷൻ എ. കനിഷ്ഠൻ. കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീതം? ഓപ്ഷൻ സി. കൃതജ്ഞത. ലംഘിക്കാനാവാത്തത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം? ഓപ്ഷൻ എ. അലംഘനീയം. മാലേയം എന്ന പദത്തിനർത്ഥം? ഓപ്ഷൻ സി. ചന്ദനം. വഴിയോരം എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണയിച്ചാൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി. ആഗമം. ചോറിങ്ങും കൂറങ്ങും എന്ന് ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ഡി. 3. ഓരോ ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും മറുഭാഗത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. 10. ആയം എന്ന പദത്തിന്റെ വിപരീത പദം? ഓപ്ഷൻ സി. വ്യയം. ഉജ്ജ്വലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി. ഉത്പ്ലജ്വലം. നവം എന്ന പദത്തിന്റെ ജ്ഞാനാർത്ഥം കാണിക്കുന്ന പദജോടി കണ്ടെത്തുക. ഓപ്ഷൻ സി. പുതുമ 9. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബത്വം. ഈ വരികളിൽ പ്രയോഗിച്ച മുകുരം എന്ന പദത്തിന്റെ അർത്ഥം? ഓപ്ഷൻ ഡി. കണ്ണാടി. കൺജങ്ഷൻ എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന പദം? ഓപ്ഷൻ ബി. ഘടകം. ചിത് പ്ലസ് രൂപം ചേർത്തെഴുതുമ്പോൾ? ഓപ്ഷൻ ബി. ചിദ്രൂപം. കളഞ്ഞു എന്ന പദം കളയുക എന്ന ക്രിയാർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചാൽ ഏത്? ഓപ്ഷൻ എ. ഓടിക്കളഞ്ഞു. താഴെ പറയുന്നത് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ലാത്ത എഴുത്തുകാരൻ? ഓപ്ഷൻ സി. ഒ. വി. വിജയൻ. ഹി ഗേവ് അപ്പ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് എ നോവൽ എന്നതിന്റെ ശരിയായ പരിഭാഷ? ഓപ്ഷൻ ബി. നോവൽ എഴുതുക എന്ന ആശയം അദ്ദേഹം ഉപേക്ഷിച്ചു. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ. സദസ്യർ. ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം? ഓപ്ഷൻ ബി. ലേഖിക. ആനുകാലികവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഹെലികോപ്റ്റർ തകർന്ന് 2024 മെയ്യിൽ അന്തരിച്ച ഇബ്രാഹിം റൈസിയെ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ഓപ്ഷൻ ബി. ഇറാൻ. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യും എന്ന് കണ്ടതിനാൽ നിർമ്മാതാക്കൾ വിപണിയിൽ നിന്ന് പിൻവലിച്ച COVID-19 വാക്സിൻ ഏത്? ഓപ്ഷൻ എ. കോവിഷീൽഡ്.
ഇന്ത്യയിൽ ആദ്യമായി ധ്രുവദീപ്തി ദൃശ്യമായ പ്രദേശം ഏത്? ഓപ്ഷൻ ഡി ലഡാക്ക്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ 2024 ഇടം നേടിയ ഇന്ത്യൻ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആനന്ദമഠം. അടുത്ത 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതല ഇന്ത്യക്ക് കൈമാറിയ ചബഹാർ തുറമുഖം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ഇറാൻ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ഏത്? ഓപ്ഷൻ സി ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ്. 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ അലോക് ശുക്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ? ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി വന്ന നിയമം ഏത്? ഓപ്ഷൻ സി ഭാരതീയ ന്യായ സംഹിത. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആര്? ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ? ഓപ്ഷൻ ബി ജാർഖണ്ഡ്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കാനായി ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനമാണ്? ഓപ്ഷൻ ഡി SSLV. 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഓപ്ഷൻ ബി ആട്ടം. ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി നാഗാലാൻഡ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ എ ഗണതന്ത്ര മണ്ഡപം. 16 2024 വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിലെ ജേതാക്കൾ ആര്? ഓപ്ഷൻ ഡി ശ്രീലങ്ക. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? ഓപ്ഷൻ എ 105. യുനെസ്കോ 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായി പ്രഖ്യാപിച്ച നഗരം ഏത്? ഓപ്ഷൻ സി റിയോ ഡി ജനീറോ. 2024 പ്രഖ്യാപിച്ച ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആര്? ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. 2024 ഒക്ടോബറിൽ 5 ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായി? ഓപ്ഷൻ ബി 11. 2024 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആര്? ഓപ്ഷൻ ഡി ന്യൂസിലാൻഡ്. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ അസർബൈജാൻ. ഇന്ത്യൻ വംശജനായ അജയ് ബംഗ ഏത് അന്തർദേശീയ ധനകാര്യ സ്ഥാപനത്തിന്റെ പുതിയ പ്രസിഡന്റാണ്? ഓപ്ഷൻ ബി ലോക ബാങ്ക്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട ധോൽപൂർ കരൗലി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. വിമാനയാത്രക്കാർക്ക് കടലാസുരഹിത യാത്രാനുഭവം ഒരുക്കാനായി വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ സംരംഭം ഏത്? ഓപ്ഷൻ ഡി ഡിജി യാത്ര. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ ഡി നീരജ് ചോപ്ര. നാഷണൽ സ്പേസ് ഡേ ആയി ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഏത്? ഓപ്ഷൻ സി ഓഗസ്റ്റ് 23. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത വാർത്താവിനിമയ സംവിധാനം ഏത്? ഓപ്ഷൻ ബി നവ്മിത്ര. ആരുടെ ആത്മകഥയാണ് വെസ്റ്റേൺ ഗട്ട്സ് എ ലവ് സ്റ്റോറി? ഓപ്ഷൻ സി മാധവ് ഗാഡ്ഗിൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ബില്ല് ഏത്? ഓപ്ഷൻ സി വനിതാ സംവരണ ബില്ല്.